ചാപ്റ്റർ 19 ഓഫ് ദ റെവലേഷൻ. ഇതിനകത്ത് 3 പാർട്ടുകളുണ്ട്. വേഴ്സസ് 1 to 4, പിന്നെ 5 to 10, 11 to 22. അപ്പൊ ആദ്യത്തെ 4 വചനത്തിൽ ഒരു വിക്ടറി സെലിബ്രേഷൻ ആണ്. എന്തിനെ കുറിച്ച്? നമ്മൾ കഴിഞ്ഞ ഇതില് ബാബിലോൺ ജെറുസലം പുതിയ ബാബിലോണായിട്ട് മാറിയത് കൊണ്ടാണല്ലോ ജഡ്ജ്മെന്റ് ഉണ്ടായത്. ബാബിലോൺ നമ്മൾ പറഞ്ഞു റിബല്ലാണെന്ന്. ജെറുസലം അവിശ്വസ്തതയിലേക്ക് മാറി അതേ റിബല്യസ് നേച്ചറിലേക്ക് വരുന്നു. അപ്പോ ബാബിലോണിനുണ്ടായ അതേ ജഡ്ജ്മെന്റ് ജെറുസലം ഉണ്ടാകുന്നു. അത് 2 തരത്തിലാണെന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞു. സ്പിരിച്വൽ തലത്തിലും അതുപോലെ മെറ്റീരിയൽ തലത്തിലും ആണെന്ന് പറഞ്ഞു. പിന്നെ അതിനകത്ത് ഏറ്റവും ഗൗരവമായിട്ടുള്ള കാര്യം പാപം ചെയ്യുകയും മറ്റുള്ളവരെ പാപം ചെയ്യാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഇനി ഇത് കഴിഞ്ഞ് രണ്ടാമത്തതിലാണ് വണ്ടർഫുൾ അനൗൺസ്മെന്റ് അബൌട്ട് വാട്ട് ലൈസ് ഇൻ ദ സ്റ്റോർ ഫോർ ദ വുമൻ ഓഫ് റിവലേഷൻ ആൻഡ് ഗോഡ്സ് കവനന്റ് പീപ്പിൾ. അതായത് വിവാഹ വിരുന്നിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. മൂന്നാമത്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലോറിയസ് വിഷൻ ഓഫ് ക്രൈസ്റ്റ് റിട്ടേൺ, രണ്ടാം വരവിനെ കുറിച്ചും വിക്ടറി ഓവർ ദ ബീസ്റ്റ്, അതായത് അന്തിക്രിസ്തു ഇൻ അനദർ വേർഡ്, പിന്നെ ഫാൾസ് പ്രോഫറ്റ് ആൻഡ് their allies in the last battle at the end of history. ഈ 3 കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ കാണുന്നത്. ഇതിനകത്ത് 3 ജഡ്ജ്മെന്റ് സീൻസ് ഉണ്ട്. 3 തരത്തിലുള്ള ജഡ്ജ്മെന്റ്സ് ഇവിടെ കാണാൻ സാധിക്കും. ആദ്യത്തെ ജഡ്ജ്മെന്റ് നമ്മൾ കാണുന്നത് 19 11 to 21 വരെയാണ്. അതായത് 2 ബീസ്റ്റുകളും അതിന്റെ അലൈസിനോടുള്ള ജഡ്ജ്മെന്റ്. പിന്നെ നമ്മൾ 20-ാം അധ്യായത്തിലാണ് പിന്നെ കാണുന്നത് ജഡ്ജ്മെന്റ് ഓഫ് സേറ്റൻ. പിന്നെ 20-ാം അധ്യായത്തിൽ തന്നെ നമ്മൾ കാണും ജഡ്ജ്മെന്റ് ഓഫ് ദ ഡെഡ്. പിന്നെ ഒരു കൺക്ലൂഷൻ നമ്മൾ പിന്നെ 21-ൽ കാണുന്നതാണ് ന്യൂ ക്രിയേഷനും ന്യൂ ജെറുസലം എന്ന് പറയുന്നത്. ഈശോയെ ഈ പറയുന്ന പുസ്തകം, വെളിപാടിന്റെ പുസ്തകം വെളിപ്പെടുത്തുന്ന പല വിധത്തിലാണ്. 1-ാമത്തെ ചാപ്റ്ററിൽ നമുക്ക് സൺ ഓഫ് മാൻ ആൻഡ് റിസൺ വൺ ആയിട്ട് ഇങ്ങനെ നമ്മളെ കാണിച്ചു തന്നു. സ്വർഗത്തിൽ എങ്ങനെയാണ് ഈശോ എന്ന് നമുക്ക് കാണിച്ചു തന്നു. പിന്നെ 5-ാം അധ്യായപ്പോൾ സ്വർഗത്തിന്റെ നടുവില് സിംഹാസനത്തില് ഒരു കുഞ്ഞാടിന്റെ പോലെ നിൽക്കുന്നതായിട്ട് കാണിച്ചു തന്നു. പിന്നെ 12-ാം അധ്യായത്തില് ഒരു മെയിൽ ചൈൽഡ് ബോൺ ടു റൂൾ ദ നേഷൻ, റോഡ് ഓഫ് അയൺ. അപ്പൊ ആ ഒരു വിജയിക്കുന്ന പോരാളിയുടെ ഒരു ചിത്രം അവിടെ കാണിച്ചു തന്നു. ഇവിടെ നമുക്ക് കാണിച്ചു തരുന്നത് 19-ൽ കാണിച്ചു തരുന്നത് ഒന്നാമത്തേത് ബ്രൈഡ് ഗ്രൂം ആണെന്ന് കാണിച്ചു തരുന്നു, വരനാണെന്ന് കാണിച്ചു തരുന്നു. പിന്നെ കോൺക്രിങ് കിങ് ആണെന്ന് കാണിച്ചു തരുന്നു. അതുപോലെ ഹിസ്റ്ററിയുടെ അവസാനം ജഡ്ജ് ആണെന്നുള്ളത്. അപ്പൊ നമുക്ക് ഈ വെളിപാട് പുസ്തകം വായിക്കുമ്പോൾ ഈശോയുടെ ചിത്രങ്ങൾ വളരെ കൃത്യമായിട്ട് നമ്മുടെ ബോധ്യതലത്തിലേക്ക് ഇറങ്ങണം. അപ്പൊ അതാണ് നമ്മൾ ഇതുവരെ വന്ന റൂട്ടിലാണ് ജീസസ് റിവീൽ ചെയ്തത്. 1-ാം ചാപ്റ്ററിൽ സൺ ഓഫ് മാൻ ആൻഡ് റിസൺ വൺ, 5-ാം ചാപ്റ്ററിൽ സിംഹാസനം മധ്യ നിൽക്കുന്നവൻ, 12-ാം അധ്യായത്തില് ഭരിക്കുന്നവൻ, 19-ാം അധ്യായത്തില് വരൻ, കോൺകറിങ് കിങ് ആൻഡ് ജഡ്ജ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇവിടെയൊക്കെ കാണാൻ ഉള്ളത്. ഇതിനകത്ത് നമുക്ക് ആദ്യം 1 മുതൽ 4 വരെ ഒന്ന് വായിക്കാം. ഇതിനുശേഷം സ്വർഗത്തിൽ വലിയ ജനക്കൂട്ടത്തിൻ്റെതുപോലുള്ള ശക്തമായ സ്വരം ഞാൻ കേട്ടു. ഹല്ലേലൂയ, രക്ഷയും മഹത്വവും ശക്തിയും നമ്മുടെ ദൈവത്തിൻ്റെതാണ്. 4 പ്രാവശ്യമാണ് ഹല്ലേലൂയ എന്നുള്ള പദം ഉപയോഗിക്കപ്പെടുന്നത്. ആ 4 പ്രാവശ്യം ബൈബിളിൽ ഉപയോഗിക്കുന്നത് ഈ വെളിപാടിന്റെ പുസ്തകത്തിൽ തന്നെയാണ്. അത് നമുക്ക് കാണാം. അതായത് റെവലേഷൻ 19:1 ഇപ്പൊ നമ്മൾ കണ്ടത്, റെവലേഷൻ 19:3, റെവലേഷൻ 19:4, പിന്നെ റെവലേഷൻ 19:6. ഇങ്ങനെ വേർഷിപ്പിനെ കുറിച്ച് നമ്മൾ കാണുന്നു. ഇനി അടുത്ത വചനം വായിക്കാം. അവിടുത്തെ വിധികൾ സത്യവും നീതിപൂർണവുമാണ്. ഈ ഒരു കാര്യം നമ്മൾ നേരത്തെയും കണ്ടിരുന്നു. ക്രോധത്തിന് പാത്രങ്ങൾ ഒഴുകുന്ന സമയത്ത് പറഞ്ഞിരുന്ന ഒരു കാര്യം തന്നെയാണ് ഈശോ. വിധികൾ സത്യവും നീതിപൂർണമാണ്. വ്യഭിചാരം കൊണ്ട് ലോകത്തെ മലിനമാക്കിയ മഹാവേശ്യയെ അവിടുന്ന് വിധിച്ചു.
അതായത് ആ ജഡ്ജ്മെന്റ് കറക്റ്റ് ആണെന്ന് ഇവർ പറയാണ്. അവളുടെ കൈകൊണ്ട് ചിന്തിയ അവിടുത്തെ ദാസരുടെ രക്തത്തിന് അവിടുന്ന് പ്രതികാരം ചെയ്തു. ജെറുസലം ചെയ്ത പാപങ്ങള് നമ്മൾ പറഞ്ഞല്ലോ, പെർസിക്യൂഷൻ സമയത്ത് അവിശ്വസ്തയുടെ ഭാഗമായിട്ട് ദൈവത്തിന്റെ ദാസരെ ഇല്ലായ്മ ചെയ്തത്. രണ്ടാമതും അവർ പറഞ്ഞു, ഹല്ലേലൂയ, അവളുടെ പുക എന്നേക്കും ഉയർന്നുകൊണ്ടിരിക്കുന്നു. ജഡ്ജ്മെന്റ് ഫയർ ഉണ്ടാവും. അതാണ് അത്തരം കാര്യങ്ങള് ലോകാവസാനത്തിൽ അതിന്റെ ഫുൾനെസ്സിൽ ഉണ്ടാവും എന്ന് പറഞ്ഞത്. അപ്പോൾ 24 ശ്രേഷ്ഠന്മാരും 4 ജീവികളും ആമേൻ ഹല്ലേലൂയ എന്ന് പറഞ്ഞുകൊണ്ട് സാഷ്ടാംഗം പ്രണമിച്ച് സിംഹാസനസ്ഥനായ ദൈവത്തെ ആരാധിച്ചു. അതാണ്. അപ്പൊ ഇതൊരു വിക്ടറി. 5-ാം വചനം മുതൽ 10-ാം വചനം വരെ വായിക്കാം. സിംഹാസനത്തിൽ നിന്ന് ഒരു സ്വരം കേട്ടു, ദൈവത്തിന്റെ ദാസരും അവിടുത്തെ ഭയപ്പെടുന്നവരും ചെറിയവരും വലിയവരുമായ നിങ്ങൾ എല്ലാവരും നമ്മുടെ ദൈവത്തെ സ്തുതിക്കുവിൻ. വലിയ ജനക്കൂട്ടത്തിന്റെയും പെരുവെള്ളത്തിന്റെയും ഗംഭീരമായ ഇടിമുഴക്കത്തിന്റെയും ശബ്ദം പോലെയുള്ള ഒരു സ്വരം ഞാൻ കേട്ടു. ഹല്ലേലൂയ, സർവ്വശക്തനും നമ്മുടെ ദൈവവുമായ കർത്താവ് വാഴുന്നു. നമുക്ക് ആഹ്ലാദിച്ച് ആർപ്പു വിളിക്കാം, അവിടത്തേക്ക് മഹത്വം നൽകാം. എന്തെന്നാൽ കുഞ്ഞാടിന്റെ വിവാഹം സമീപിച്ചിരിക്കുന്നു, അവിടുത്തെ മണവാട്ടി അണിഞ്ഞൊരുങ്ങിക്കഴിഞ്ഞു. ശോഭയേറിയതും നിർമ്മലവുമായ മൃദുല വസ്ത്രം ധരിക്കാനുള്ള അനുഗ്രഹം അവൾക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആ വസ്ത്രം വിശുദ്ധരുടെ സൽപ്രവർത്തികളാണ്. എന്നോട് പറഞ്ഞു, എഴുതുക, വിവാഹ വിരുന്നിന് വിളിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ. അവർ വീണ്ടും പറഞ്ഞു, ഇവ ദൈവത്തിന്റെ സത്യവചസ്സുകളാണ്. ഇപ്പോൾ ഞാൻ അവനെ ആരാധിക്കാനായി കാൽക്കൽ വീണു. എന്നാൽ അവൻ എന്നോട് പറഞ്ഞു, അരുത്, ഞാൻ നിന്റെ ഒരു സഹദാസനാണ്, യേശുവിന് സാക്ഷ്യം നൽകുന്ന നിന്റെ സഹോദരിൽ ഒരുവൻ. നീ ദൈവത്തെ ആരാധിക്കുക. യേശുവിനുള്ള സാക്ഷ്യമാണ് പ്രവചനത്തിന്റെ ആത്മാവ്. ഇവിടെ വെഡിങ് സപ്പർ ഓഫ് ദ ലാംബ് ആണ് ഇവിടെ കാണുന്നത്. ഇത് സൂചിപ്പിക്കുന്നത് ലാസ്റ്റ് സപ്പറിനെ കുറിച്ചാണ്. ലാസ്റ്റ് സപ്പറിൽ എന്ത് കണ്ടുവോ അത് ഹെവൻലി റെലത്തിൽ നിന്ന് കാണുകയാണ്. അപ്പർ റൂമിൽ കണ്ടുവല്ലോ, അത് തന്നെ സ്വർഗത്തിൽ കാണുകയാണ്. അത് കഴിഞ്ഞൊരു ഇൻവിറ്റേഷൻ ഉണ്ട് ഇവിടെ. നമ്മൾ പണ്ട് ഒരു സഭകളുടെ അവസാനത്തെ സഭയിലെ സിറ്റുവേഷൻ പറഞ്ഞു. അതായത് ഒരു വളരെ, നമുക്കത് വായിക്കാം ആ വചനം, വെളിപാട് 3:20. ആരെങ്കിലും എന്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവന്റെ അടുത്തേക്ക് വരും, ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷിക്കുകയും ചെയ്യും. ഇവരുടെ കാര്യം പറഞ്ഞു. ഇവര് സമ്പൽ സമൃദ്ധിയിലായിരിക്കുമ്പോൾ ദൈവം വാതിൽ മുട്ടുകയാണ് ചെയ്യുന്നത്. മറ്റു സ്ഥലങ്ങളിലെ പ്രത്യേകത പറഞ്ഞു, ദൈവം അവിടെ ചെല്ലുകയാണ് ചെയ്തത്. ഇവിടെ വാതിൽ മുട്ടുന്നു. വാതിൽ തുറന്നാൽ ഇവര് ഒരു എക്സ്ട്രീമിലാണ്, ദൈവം മറ്റേ എക്സ്ട്രീമാണ് ഇവർക്ക് വാഗ്ദാനം ചെയ്യുന്നത്, ഇൻവിറ്റേഷൻ കൊടുക്കുന്നത്. ദൈവം എപ്പോഴും ഇങ്ങനെ ഒരു വളരെ ആഴമായ ബന്ധമാണ് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. നമ്മൾ ഒരുമിച്ചിരുന്ന് ഭക്ഷിക്കുക എന്ന് പറയുന്നത് വളരെ ആഴമായ ഒരു ബന്ധത്തിൽ ഉണ്ടാവുന്നതാണ്. ഇതേപോലത്തെ ഒരു സൂചനയാണ് സോങ് ഓഫ് സോങ്ങില് 5-ാം അധ്യായം 1 മുതൽ 2 വരെയുള്ള വചനത്തിൽ നമ്മൾ വായിക്കുന്നത്. എന്റെ സോദരി, എന്റെ മണവാട്ടി, ഞാൻ എന്റെ പൂന്തോപ്പിലേക്ക് വരുന്നു. ഞാൻ സുഗന്ധദ്രവ്യങ്ങളും മീറയും സംഭരിക്കുന്നു. തേനും തേൻകട്ടയും ഞാൻ ആസ്വദിക്കുന്നു. ഞാൻ വീഞ്ഞും പാലും കുടിക്കുന്നു. തിന്നുക തോഴന്മാരെ, കുടിക്കുക കാമുകന്മാരെ കുടിച്ചു മതിക്കുക. പിന്നെ ഞാൻ ഉറങ്ങി, പക്ഷെ എന്റെ ഹൃദയം ഉണർന്നിരുന്നു. അതാ എന്റെ പ്രിയൻ വാതിലിൽ മുട്ടുന്നു. എന്റെ സോദരി, എന്റെ പ്രിയെ, എന്റെ മാടപ്പിറാവ്, എന്റെ പൂർണ്ണവതി, തുറന്നു തരിക. എന്റെ തല തുഷാര ബിന്ദുക്കൾ കൊണ്ടും എന്റെ മുടി മഞ്ഞുതുള്ളികൾ കൊണ്ടും നനഞ്ഞിരിക്കുന്നു. ഈ നോക്കിംഗ് ആൻഡ് ഡൈനിങ് ഒരു ഇന്റിമസിയുടെ ഇൻവിറ്റേഷനും കൂടിയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഇനി നമ്മൾ വെളിപാട് 4:1 വായിക്കാം. ഇതിനുശേഷം സ്വർഗത്തിൽ ഒരു തുറന്ന വാതിൽ ഞാൻ കണ്ടു. കാഹളധ്വനി പോലെ ഞാൻ ആദ്യം കേട്ട സ്വരം എന്നോട് പറഞ്ഞു, ഇങ്ങോട്ട് കയറി വരൂ, ഇനിയും സംഭവിക്കേണ്ടവ നിനക്ക് ഞാൻ കാണിച്ചു തരാം. പെട്ടെന്ന് ഞാൻ ആത്മീയ അനുഭൂതിയിൽ ലയിച്ചു. അതാ
സ്വർഗത്തിൽ ഒരു സിംഹാസനം ഒരുക്കപ്പെട്ടിരിക്കുന്നു. സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നു. സിംഹാസനസ്ഥൻ കാഴ്ചയിൽ സൂര്യകാന്തം പോലെയും മാണിക്യം പോലെയും ആയിരുന്നു. സിംഹാസനത്തിൽ ചുറ്റും മരതകം പോലെയുള്ള ഒരു മഴവില്ലും കാണപ്പെട്ടു. ആ സിംഹാസനത്തിന് ചുറ്റും 24 സിംഹാസനങ്ങൾ. അവയിൽ ധവള വസ്ത്രധാരികളായ 24 ശ്രേഷ്ഠന്മാർ. അവരുടെ ശിരസിൽ സ്വർണ്ണ കിരീടങ്ങൾ. സിംഹാസനത്തിൽ നിന്ന് മിന്നൽ പിണരുകളും ശബ്ദങ്ങളും ഇടിമുഴക്കങ്ങളും പുറപ്പെടുന്നു. സിംഹാസനത്തിന് മുമ്പിൽ ജ്വലിക്കുന്ന 7 തീപ്പന്തങ്ങൾ. ഇവ ദൈവത്തിന്റെ സപ്താത്മാക്കളാണ്. സിംഹാസനത്തിന് മുമ്പിൽ ഒരു പളുങ്ക് കടൽ. ഇത് കഴിഞ്ഞ് ഇവര് പിന്നെ കാണുന്നത് ഈ കുഞ്ഞാടിനെയാണ് അവിടെ കാണുന്നത് ഈ സ്വർഗത്തില്. ഈ സ്വർഗീയ ഐക്യത്തിലേക്കുള്ള ക്ഷണമാണ് ദൈവം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് കാലങ്ങളായിട്ട് കൊടുക്കുന്നതാണ്. നമ്മൾ സുവിശേഷത്തിലും വിവാഹ വിരുന്നുകളെ കുറിച്ചൊക്കെയുള്ള പാരബിൾസ് ഒക്കെ കണ്ടിട്ടുള്ളതാണ്. അപ്പൊ ഇതെല്ലാം ദൈവം ഉദ്ദേശിക്കുന്നത് മനുഷ്യൻ ദൈവമായിട്ട് പുലർത്തേണ്ട ഒരു ഗാഢമായ ബന്ധത്തെ കുറിച്ചാണ്. അതിലേക്കാണ് വീണ്ടും വീണ്ടും ക്ഷണിക്കുന്നത്. ഇനി നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ കുറച്ച് പാസ് ഓവർ ഇമേജസ് ഉണ്ട് ഇതിനകത്ത്. പാസ് ഓവർ ഇമേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസ് ഓവറിന് ശേഷം അവര് റിസൈറ്റ് ചെയ്തിരുന്ന സാം എന്ന് പറയുന്നത് സങ്കീർത്തനം 113 മുതൽ 118 വരെയാണ്. അതിനെ ഹല്ലേൽ സാംസ് എന്നാണ് പറയുന്നത്. ഈ ഹല്ലേലൂയ എന്ന് പറയുന്നത് അതിൽ നിന്ന് വരുന്നതാണ്. ജോൺ കാണുന്നത് ഈ പറയുന്ന ലാമ്പ് ജീസസ് എന്ന് പറയുന്നത് പുതിയ പാസ് ഓവർ ലാമ്പാണ്. കുഞ്ഞാടാണ് ലാസ്റ്റ് സപ്പറിന്റെ സമയത്ത് അവിടുത്തെ ശരീരവും ഭക്ഷിക്കാൻ പറയുന്നത്. ഓൾഡ് ടെസ്റ്റ്മെന്റിലെ പാസ് ഓവറിന്റെ ഒരു പുതിയ ഒരു വെർഷനാണ് ലാസ്റ്റ് സപ്പർ. അതാണ് ഇപ്പൊ സ്വർഗത്തില് വീണ്ടും കാണുന്നത്. ഇനി മൂന്നാമത്തെ ഒരു കാര്യം ഈ വെഡിങ് സപ്പറിനെ കുറിച്ചുള്ളതില് ഈ പറയുന്ന മീല്, ഈ ന്യൂ കവനന്റ് മീൽ എന്ന് പറയുന്നത് ഒരു തരം റാറ്റിഫൈങ് സെറമണി ഓഫ് ന്യൂ കവനന്റ് ആണ്. അതിന് സാധാരണ 3 ഫീച്ചേഴ്സ് ആണ് ഉണ്ടാവാറ് ഈ കവനന്റ് റാറ്റിഫൈങ്ങില്. അതില് ഓത്ത് സ്വെയറിംഗ് ഉണ്ടായിരിക്കും, സാക്രിഫൈസ് ഉണ്ടായിരിക്കും, മീൽ ഉണ്ടായിരിക്കും. നമുക്കത് ഇനി പുറപ്പാടിന്റെ പുസ്തകത്തിൽ നിന്ന് വായിക്കാം. പുറപ്പാട് 24 3 7 ആദ്യം വായിക്കാം. മോശ ചെന്നു കർത്താവിന്റെ എല്ലാ വാക്കുകളും നിയമങ്ങളും ജനത്തെ അറിയിച്ചു. കർത്താവ് കൽപ്പിച്ച കാര്യങ്ങളെല്ലാം തങ്ങൾ ചെയ്യുമെന്ന് അവർ ഏകസ്വരത്തിൽ മറുപടി പറഞ്ഞു. മോശ കർത്താവിന്റെ വാക്കുകളെല്ലാം എഴുതി വച്ചു. അവൻ അതിരാവിലെ എഴുന്നേറ്റ് മലയുടെ അടിവാരത്തിൽ ഒരു ബലിപീഠവും ഇസ്രായേലിലെ 12 ഗോത്രങ്ങൾക്കായി 12 സ്തംഭങ്ങളും നിർമ്മിച്ചു. അവൻ അയച്ച ഇസ്രായേൽ യുവാക്കന്മാർ കർത്താവിന് ദഹന ബലികളും കാളകളെ കൊണ്ടുള്ള സമാധാന ബലികളും അർപ്പിച്ചു. മോശ ബലിയുടെ രക്തത്തിൽ പകുതി പാത്രങ്ങളിലാക്കുകയും പകുതി ബലിപീഠത്തിന്മേൽ തളിക്കുകയും ചെയ്തു. അനന്തരം ഉടമ്പടി ഗ്രന്ഥമെടുത്ത് ജനങ്ങൾ കേൾക്കെ വായിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, കർത്താവ് കൽപ്പിച്ചതെല്ലാം ഞങ്ങൾ ചെയ്യും, ഞങ്ങൾ അനുസരണമുള്ളവരായിരിക്കും. ഇനി 8-ാം വചനം വായിക്കാം. ഇപ്പൊ ഇത് ഓത്ത് സ്വെയറിംഗ് കഴിഞ്ഞു. ഇനി നമ്മൾ എക്സഡസ് 24:8 വായിക്കാം. അപ്പോൾ മോശ രക്തമെടുത്ത് ജനങ്ങളുടെ മേൽ തളിച്ചുകൊണ്ട് പറഞ്ഞു, ഈ വചനങ്ങളെല്ലാം ആധാരമാക്കി കർത്താവ് നിങ്ങളോട് ചെയ്ത ഉടമ്പടിയുടെ രക്തമാകുന്നു ഇത്. അനന്തരം മോശയും അഹ്റോനും നാദാബും അബിഹൂവും ഇസ്രായേൽ ശ്രേഷ്ഠന്മാർ 70 പേരും മലമുകളിലേക്ക് കയറിപ്പോയി. അവർ ഇസ്രായേലിന്റെ ദൈവത്തെ കണ്ടു. ആകാശതുല്യം പ്രകാശമാനമായ ഇന്ദ്രനീല കൽത്തളം പോലെ എന്തോ ഒന്ന് അവിടുത്തെ പാദങ്ങളുടെ താഴെ കാണപ്പെട്ടു. ഇനി 24:11 വായിക്കാം. ഇസ്രായേൽ ശ്രേഷ്ഠന്മാരായ അവരുടെ മേൽ അവിടുന്ന് കൈവലിച്ചില്ല. അവർ ദൈവത്തെ കണ്ടു, അനന്തരം ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തു. ഈ കാര്യത്തിന്റെ പുതിയ ഒരു കവനന്റ് മീലാണ് ലാസ്റ്റ് സപ്പറിലുള്ളത്. അപ്പൊ എന്താണ്? ഓത്ത് സ്വെയറിംഗ് ഉണ്ട്. ഇതാണ് നമ്മൾ കുർബാനയുടെ ആദ്യ ഭാഗത്ത് വചനം മുഴുവൻ വായിച്ച് കാറോസൂസ ചൊല്ലി നമ്മൾ അതിനോട് യെസ് പറയുന്നത്. പിന്നെ നമ്മൾ ബലി ആയിട്ട് സമർപ്പിക്കുന്നു, കാഴ്ചവെപ്പ് നടത്തുന്നു, ആ മീലില് പങ്കുചേരുന്നു.
ഇതിനെ സ്വർഗത്തിൽ നിന്ന് ടെസ്റ്റിഫൈ ചെയ്യാണ്, സ്വർഗത്തിലെ ഈ കാര്യം വിഷൻ വഴിയായിട്ട്. ഇനി നമുക്ക് ഈ ഭാഗത്തിലെ ഈ വെളിപാടിലേക്ക് വരാം. വെളിപാട് 19:6. പിന്നെ വലിയ ജനക്കൂട്ടത്തിന്റെയും പെരുവെള്ളത്തിന്റെയും ഗംഭീരമായ ഇടിമുഴക്കത്തിന്റെയും ശബ്ദം പോലെയുള്ള ഒരു സ്വരം ഞാൻ കേട്ടു. ഹല്ലേലൂയ! സർവശക്തനും നമ്മുടെ ദൈവവുമായ കർത്താവ് വാഴുന്നു. അപ്പൊ അതായത് ആ സുപ്രമിസിയും സോവറിനിറ്റിനെയും ആക്സെപ്റ്റ് ചെയ്യാണ്. അപ്പൊ അത് സ്വെയറിംഗ് ബൈ പ്രൈസിങ്. ഇനി വെളിപാട് 5:8 വായിക്കാം. അവൻ അത് സ്വീകരിച്ചപ്പോൾ 4 ജീവികളും 24 ശ്രേഷ്ഠന്മാരും കുഞ്ഞാടിന്റെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ചു. ഓരോരുത്തരും വീണയും വിശുദ്ധരുടെ പ്രാർത്ഥനകളാകുന്ന പരിമളദ്രവ്യം നിറഞ്ഞ സ്വർണ്ണ കലശങ്ങളും കയ്യിൽ ഏന്തിയിരുന്നു. 19:8. ശോഭയേറിയതും നിർമ്മലവുമായ മൃദുല വസ്ത്രം ധരിക്കാനുള്ള അനുഗ്രഹം അവൾക്കു നൽകപ്പെട്ടിരിക്കുന്നു. ആ വസ്ത്രം വിശുദ്ധരുടെ സൽപ്രവർത്തികളാണ്. അപ്പൊ ഇതിനെ നമുക്കൊന്ന് വെളിപാട് 6:11 പോയി ഒന്ന് വായിക്കാം. അവർക്ക് ഓരോരുത്തർക്കും ധവളവസ്ത്രം നൽകപ്പെട്ടു. അവരെ പോലെ വധിക്കപ്പെടാനിരുന്ന സഹദാസരുടെയും സഹോദരരുടെയും എണ്ണം തികയുന്നത് വരെ അല്പസമയം കൂടി വിശ്രമിക്കാൻ അവർക്ക് നിർദ്ദേശം കിട്ടി. ഇവര് ഇതിന് യോഗ്യരാവുകയാണ്. ഇവർക്ക് ഇത് യോഗ്യത കൊടുക്കുന്നത് ആരാണ്? യേശു. അവിടുത്തെ രക്തമാണ് ഇവരെ യോഗ്യരാക്കുന്നത്. പക്ഷെ അത് അവര് സ്വീകരിക്കുന്നു. അത് കഴിഞ്ഞ് ആ വസ്ത്രം വിശുദ്ധരുടെ സൽപ്രവർത്തികളാണ്. സൽപ്രവർത്തികൾ എന്താണ്? ഈ സൽപ്രവർത്തികള് വിശ്വാസത്തിൽ നിന്നാണോ എന്നുള്ളതാണ് എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ ആയിട്ടിരിക്കുന്നത്. നമ്മൾ സൽപ്രവർത്തികൾ ചെയ്യാൻ വിളിക്കപ്പെട്ടവരാണ്. അത് വെറുതെയും ചെയ്യാം, മാനുഷികമായിട്ടും ചെയ്യാം, ദൈവികമായിട്ടും ചെയ്യാം. ഇതിലെ ദൈവിക വശത്തിലെ ഒരു വചനം നമുക്ക് കിട്ടുന്നത് എഫേഷ്യൻസ് 4:11 അത് എന്തിനു വേണ്ടിയാന്നുള്ളതാണ്. അവൻ ചിലർക്ക് അപ്പസ്തലന്മാരും പ്രവാചകന്മാരും സുവിശേഷ പ്രഘോഷകന്മാരും ഇടയന്മാരും പ്രബോധകന്മാരും മറ്റും ആകാൻ വരം നൽകി. ഇത് വിശുദ്ധരെ പരിപൂർണരാക്കുന്നതിനും ശുശ്രൂഷയുടെ ജോലി ചെയ്യുന്നതിനും ഇതിന്റെ ശരീരത്തെ പണിതുയർത്തുന്നതിനും വേണ്ടിയാണ്. അപ്പൊ നമ്മൾ ചെയ്യുന്ന സൽപ്രവർത്തികൾക്ക് ഈ എൻഡ് ഉണ്ടാകണം. ഈ എൻഡ് ഉണ്ടാവുമ്പോഴാണ് അതിന്റെ ദൈവിക പദ്ധതി പൂർണ്ണമാകുന്നത്. അല്ലെങ്കിൽ വെറും ഹ്യൂമാനിറ്റേറിയൻ ഗുഡ് വർക്ക്സ് ആയിട്ട് മാറും. നമ്മൾ വിളിക്കപ്പെട്ടിട്ടുള്ളത് ഡിവൈൻ ഗുഡ് വർക്ക്സിന് വേണ്ടിയിട്ടാണ്. ഡിവൈൻ ഗുഡ് വർക്ക്സ് വരുന്നത് അഗാപ്പെ ലവിൽ നിന്നും അത് ഫെയ്ത്തിൽ നിന്നാണ് വരുന്നത്. മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു കാര്യം ഇഷ്ടമാണ്, ഈ സമൂഹത്തിന് നല്ലതാണ്, ഇത് ഉപകാരപ്രദമാണ്, ഇത്രേ ഉള്ളൂ. അതിലകത്ത് വേറെ ഒരു നെഗറ്റിവിറ്റിയും ഇല്ല. പക്ഷെ നമ്മുടെ കോൾ, അതിന്റെ ഫുൾനെസ് എന്ന് പറയുന്നത് വിശുദ്ധര് ചെയ്യുന്ന വിധം ഇങ്ങനെയാണ്. ഈ ഒരു കാര്യത്തെ കുറിച്ചാണ് യാക്കോബ് ശ്ലീഹായി നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് 2-ാം അധ്യായത്തില്. മനുഷ്യൻ വിശ്വാസം കൊണ്ട് മാത്രമല്ല പ്രവർത്തികളാലുമാണ് നീതീകരിക്കപ്പെടുന്നതെന്ന് നിങ്ങൾ അറിയുന്നു. രാഹാബ് എന്ന വേശ്യ ദൗത്യവാഹകരെ സ്വീകരിക്കുകയും അവരെ മറ്റൊരു വഴിക്ക് പുറത്തയക്കുകയും ചെയ്ത പ്രവർത്തികൾ മൂലമല്ലേ നീതീകരിക്കപ്പെട്ടത്? ആത്മാവില്ലാത്ത ശരീരം മൃതമായിരിക്കുന്നത് പോലെ പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസവും മൃതമാണ്. ഞാൻ ഒരു ചെറിയൊരു കാര്യം ചെയ്താലും അതിന് എൻ്റെ ഉള്ളില് വലിയൊരു സ്വപ്നം ഉണ്ടാകണം. എന്താണ്? ഇത് സ്വർഗത്തിലേക്ക് ഈ പറയുന്ന വ്യക്തികളെ നയിക്കാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ മുമ്പിലുള്ള വ്യക്തിക്ക് 2-ാം മരണം കിട്ടാതിരിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഞാൻ ചെറിയൊരു ശുശ്രൂഷ ചെയ്യുന്നത്. അല്ലാണ്ട് ആ വ്യക്തിക്ക് സുഖമാവട്ടെ, സന്തോഷമാവട്ടെ എന്നുള്ളതല്ല അതിന്റെ അടിസ്ഥാനപരമായ ശുശ്രൂഷ ലക്ഷ്യം. ഈ വ്യക്തി സ്വർഗത്തിലെത്തുക, മാനസാന്തരപ്പെടുക, അതിനനുയോജ്യമായ ഏത് ശുശ്രൂഷ ആയിക്കോട്ടെ, ഏത് ചെറുതും വലുതായിക്കോട്ടെ, അതിനകത്ത് പേര് കൊടുക്കണ്ട. അത് ഇതിലേക്ക് ഓറിയന്റഡ് ആവുമ്പോഴാണ് അത് സൽപ്രവൃത്തികളായി മാറുന്നത്. ഇതാണ് ലക്ഷ്യം. വളരെ ക്ലിയർ ആയിരിക്കണം. അതുപോലെ ആ മാർഗവും.